ഉഴുവ ദേവങ്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവവും പുനഃപ്രതിഷ്ഠയും നടന്നു. സമർപ്പണ സമ്മേളനം മന്ത്രി വി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉഴുവ പുതിയകാവ് ദേവങ്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും പ്രതിഷ്ഠാ ഉത്സവവും നടന്നു. സമർപ്പണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. UPDD പ്രസിഡന്റ് ടി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥപതി ഇടവട്ടം രാമേന്ദ്ര മേനോൻ, ജയഘോഷ് ആചാരി, രാജേന്ദ്രൻ ശിവഗംഗ, ഉദയകുമാർ ആർ നെമ്പാട്ട് എന്നിവർ സംസാരിച്ചു. കുരിയാറ്റുപുറത്തിലത്ത് നാരായണൻ ഭട്ടതിരിപ്പാട് സമർപ്പണ സന്ദേശം നൽകി. ഓരോ അക്ഷരങ്ങളും ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ ഓരോ ഇടങ്ങളെ, ഓരോ പേരുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ഇതെല്ലാം എന്തിനെല്ലാം പറയുന്നു, എന്തിനാ ചെയ്യുന്നു ചോദിച്ചാൽ ഇത്തരം ഇതെല്ലാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിൽ തന്നെയും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, നമ്മളെ തന്നെയും ഒന്ന് രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച്, നമ്മിൽ തന്നെയും വന്നു ചേരുന്ന മോശപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് ഒക്കെയും ഉപകരിക്കുന്ന തരത്തിലാണ് ഇതിനെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം നമ്മളെ തന്നെ ഒന്ന് പവിത്രീകരിക്കേണ്ടതുണ്ടോ? നമ്മളെ തന്നെ പവിത്രീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം നമ്മളെ തിരുത്തുക എന്നതിന് ശ്രദ്ധിക്കാറില്ല. നമ്മൾ മറ്റുള്ളവരെ തിരുത്താനാണ്, നമ്മൾ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ അവരെ തിരുത്താനാണ് നമ്മൾ നോക്കുന്നതെല്ലാം. അവർ മോശം കാണിച്ചാൽ തിരുത്തേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമുക്കെല്ലാം അറിയാം, നമുക്കെല്ലാം ചെയ്യാം. നമ്മൾ മറ്റുള്ളവരെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. നമ്മളെല്ലാം ഭംഗിയോടുകൂടി നിറവേറ്റുന്ന ഒരു കാര്യം അതായിരിക്കും. മറ്റുള്ളവരെ തിരുത്താൻ ഒരു സമയം കണ്ടെത്തുന്നോ അല്ലെങ്കിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. നമ്മളെ ആരാണ് തിരുത്തുക എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട്. പണ്ടൊരു കഥയുണ്ട്. ദൈവം ഇങ്ങനെ ഭൂമിയും മനുഷ്യനെയും എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിനൊരു തോന്നലുണ്ട്, ഈ മനുഷ്യൻ വലിയ കുഴപ്പക്കാരനാണ്, ഇവനൊരു നിർവാഹമില്ല, ഇവനെ കൊണ്ടുള്ള ശല്യം ഭയങ്കരമായിരിക്കും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആലോചിച്ചു. ഭൂമിക്കടിയിലൊരു തുരങ്കമൊക്കെ ഉണ്ടാക്കി അവിടെ കാണും പോയി ഇരുന്നാലോ എന്ന് ആലോചിച്ചു. ഒരിക്കലും ആരും പിടിക്കില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പോയിരിക്കാൻ ചോദിച്ചു. പിന്നെ മനസ്സിലായി ഇവൻ ഭയങ്കര ബുദ്ധിമാനാണ്, ഒരു നിർവാഹമില്ല, ഞാൻ വന്നിരിക്കുന്നിടത്ത് വരും എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാൻ തീരുമാനിച്ചു.